അടിയന്തരാവസ്ഥയ്ക്കെതിരെ ധീരമായി പോരാടി കയ്യാമം വെച്ച് കൽത്തുറങ്കിലടയ്ക്കപ്പെട്ടയാളാണ്. ജയൻ യൂണിവേഴ്സിറ്റി 3 ഘട്ടം ചെയർമാനായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതൃത്വ നിരയിലെ ഇടപെടലുകൾ ദേശീയതലത്തിൽ SFI എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ വളർത്താൻ വലിയ സംഭാവനകളാണ് നൽകിയിരുന്നത്. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തന നിരയിൽ നമ്മുടെ മുൻഗാമികളായിരുന്ന മഹാന്മാരായിരുന്ന EMSഉം സുർജിത്തും അതേപോലെ തന്നെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ അധികായകന്മാരായിരുന്ന PTR ഉൾപ്പെടെയുള്ള മറ്റ് PB മെമ്പർമാരോടൊപ്പം നന്നേ ചെറുപ്പത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ, അദ്ദേഹം പ്രത്യശാസ്ത്ര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രംഗത്ത് വലിയ സംഭാവനകളാണ് നൽകിയിരുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് 14ാം പാർട്ടി കോൺഗ്രസ് ചെന്നൈയിൽ നടക്കുമ്പോൾ ആ മദ്രാസ് പാർട്ടി കോൺഗ്രസ്സിൽ അന്ന് യഥാർത്ഥത്തിൽ പ്രത്യശാസ്ത്ര പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി മഹാനായ EMS ചുമതലപ്പെടുത്തിയത് സഹ യെച്ചൂരിയായിരുന്നു. സംഘടനാ പ്രമേയം അവതരിപ്പിച്ചത് അന്ന് പ്രകാശ് കാരാട്ടുമായിരുന്നു. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ നേതൃത്വ നിരയെ വളർത്തിയെടുക്കാൻ അന്ന് തന്നെ മഹാനായ EMSൻ്റെയൊക്കെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്നപ്പോൾ അവരുടെ ആരുടെയും പ്രതീക്ഷകൾ അസ്ഥാനത്തായില്ല. യെച്ചൂരി അദ്ദേഹത്തിൻ്റെ നിയോഗങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലും പിന്നീട് പോളിറ്റ് ബ്യൂറോയിലും ഏറെ ശ്രദ്ധേയമായ സ്ഥാനം വഹിച്ചുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഒപ്പം ആശയസമര വേദികളിൽ ശരിയായ ലൈൻ ഉയർത്തിപ്പിച്ചുകൊണ്ടുള്ള ആശയസമര പോരാട്ടങ്ങൾ വളർത്തിയെടുക്കാനും അദ്ദേഹം കാണിച്ചിട്ടുള്ള നേതൃത്വപരമായ പങ്ക് ആർക്കും വിസ്മരിക്കാനാവാത്തതാണ്. മിക്കവാറും സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വളർന്നു വരുന്ന പല രൂപത്തിലുള്ള ആ കാലഘട്ടത്തിലെ ആശയപരമായ വ്യതിയാനങ്ങൾ നേരിൽ പഠിച്ച് അവരുമായി സൗഹൃദം പങ്കിട്ട് ആശയസമരത്തിൽ ശരിയായ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലൈൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ആർക്കും വിസ്മരിക്കാനാവാത്തതാണ്. അങ്ങനെ ആഗോള രാഷ്ട്രീയത്തിൽ, ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദേശീയതലത്തിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ കാലഘട്ടങ്ങളിലും വർഗീയ ശക്തികൾക്കെതിരായി മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാലവും ചരിത്രമുള്ള ഒരു കാലം അനുസ്മരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ അദ്ദേഹം 2005 മുതൽ 2017 വരെ രാജ്യസഭാ അംഗമായി പ്രവർത്തിച്ചിരുന്നു. ഒരുപക്ഷെ രാജ്യസഭയുടെ ചരിത്രത്തിൽ ധീരമായി എങ്ങനെയാണ് ഒരു പാർലമെൻറ്റേറിയൻ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടതെന്ന് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും പാർലമെൻറ്റിനെയും ബോധ്യപ്പെടുത്തി പുരസ്കാരം നേടിയ ഏറ്റവും നല്ല MP ആയി അദ്ദേഹം മാറുകയുണ്ടായി. എല്ലാ സമകാലീന പ്രശ്നങ്ങളും അദ്ദേഹം സമയത്തതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതോടൊപ്പം പാർലമെൻ്ററി വേദികളിൽ പുതിയ രൂപത്തിലുള്ള നിയമങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്കും ജനാധിപത്യത്തിന് തന്നെ പുത്തൻ മാനങ്ങൾ നൽകാൻ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യ വേദികളിലെ പ്രവർത്തനങ്ങൾ മാറിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല പ്രഭാഷകൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ, നല്ല പ്രഭാഷകൻ, വശ്യമനോഹരമായ പെരുമാറ്റത്തിൻ്റെ ഉടമ എന്നീ നിലകളിലെല്ലാം അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്നു. അദ്ദേഹം ഹിന്ദിയും ഇംഗ്ലീഷും അതുപോലെ ഉറുദുവും തെലുങ്കുമെല്ലാം നന്നായി പഠിച്ചിരുന്നു. നമ്മുടെ മലയാളം പോലും നമ്മൾ സംസാരിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു. അങ്ങനെ എല്ലാ ഭാഷകളിലേക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായി. അത് മനസ്സിലാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ 2015 മുതൽ പാർട്ടി സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ ഏറെ ശ്രദ്ധേയമായി വീണ്ടും മാറിയിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ വളർന്നു വരുന്ന എല്ലാ തരത്തിലുള്ള വിഭാഗീയ വിധ്വംസക ശിഥിലീകരണ വാസനകൾക്കെതിരെയും വർഗീയവാദത്തിനെതിരെയും നിരന്തരമായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച് അതിൽ യോജിപ്പിക്കാവുന്നവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് വർഗീയ രാഷ്ട്രീയത്തിനെതിരെ, മതാധിഷ്ഠിത രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടത്തിൻ്റെ നെറ്റ് റിസൾട്ടാണ് ഇന്ത്യ എന്ന കൂട്ടായ്മ ജന്മമെടുക്കാൻ ഇടവന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന ശില്പികളിൽ ഒരാളാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന നയചാതുര്യം
ഒന്ന്, അദ്ദേഹം ഏറ്റവും നല്ല എക്കണോമിസ്റ്റായിരുന്നു. ധനതത്വ ശാസ്ത്രത്തിൽ വലിയ രൂപത്തിലുള്ള പാണ്ഡിത്യം നേടിയ അദ്ദേഹം രാജ്യത്ത് വളർന്നു വരുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഒരു രാഷ്ട്രമീമാംസകൻ എന്ന രൂപത്തിൽ കൃത്യമായി പഠിച്ച് അനലൈസ് ചെയ്ത് അതിൽ ശരിയായ ദിശാബോധത്തിലൂന്നി ജനങ്ങളെ നയിക്കുന്ന ശൈലി അദ്ദേഹം ആവിഷ്കരിക്കുമായിരുന്നു. ദക്ഷിണാശാലിയായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ആശയസമര വേദികളിൽ വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹം വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തകളും കുടിയുടെ നിറങ്ങൾക്കുമപ്പുറം രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയ ശക്തികൾക്കെതിരെ മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്ന് നല്ല രൂപത്തിൽ ചിന്തിച്ച് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ രൂപത്തിലേക്ക് ആ ആശയത്തെ ഉയർത്തിക്കൊണ്ടുവന്നാണ് ഇത് ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയതന്ത്രജ്ഞതയും ചാതുര്യവുമെല്ലാം നാം തിരിച്ചറിയേണ്ടത്. അദ്ദേഹം ഈ വിഷയങ്ങളിലൊക്കെ എല്ലാ സന്ദർഭങ്ങളിലും ഇടപെടുമ്പോൾ ഓരോ വിഷയവും നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ സമയോചിതമായി സന്ദർഭോചിതമായി അതിനോട് പ്രതികരണം രേഖപ്പെടുത്തുകയും ഒപ്പം ആ നിലപാടിലേക്ക് രാജ്യത്തെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ഓരോ രംഗത്തും നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ഒരു നേതൃത്വ പാഠവത്തെ യെച്ചൂരിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തിയും ശബ്ദവുമായിരുന്നു സീതാറാം യെച്ചൂരി. ആർക്കും തക്കമുണ്ടാകില്ല. കാലവും ചരിത്രമുള്ള ഒരു കാലം യെച്ചൂരിയുടെ മഹത്തായ സംഭാവനകളെ ഈ മഹാഭാരതം ചരിത്രത്തിൽ രേഖപ്പെടുത്തി നെഞ്ചേറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ നീണ്ട പോരാട്ടങ്ങൾ അത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തുടങ്ങി യൗവന കാലഘട്ടത്തിലും അതിനുശേഷം അദ്ദേഹം പിന്നീട് പാർട്ടി നേതൃത്വ നിരയിലേക്ക് ഉയർത്തപ്പെടുമ്പോഴുമെല്ലാം കർമ്മനിരതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം. ഒരിക്കൽ പോലും തൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാം രാജ്യത്തിന് സമർപ്പിച്ച സമർപ്പിത ജീവിതമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും മുന്നോട്ട് പോയിട്ടുള്ളത്. കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച വേദനാജനകമായ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ മകൻ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം രാജ്യം കണ്ടു. ആ പ്രതികരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ സാമൂഹ്യബോധം എന്താണെന്ന് രാജ്യം തിരിച്ചറിഞ്ഞു. അങ്ങനെ പ്രതിസന്ധികളെയും വലിയ ബുദ്ധിമുട്ടുകളെയും ഒക്കെ അനായാസം മറികടക്കാനുള്ള മാനസിക തൻ്റെ ഇടത്തോടു കൂടി ഒരു ക്രൈസിസ് മാനേജരായി, എന്നുവെച്ചാൽ ഒരു ലീഡർഷിപ്പിലേക്ക് ഉയരുന്നത് ഒരാൾ എപ്പോഴും പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ്. ഏറ്റവും നല്ല ക്രൈസിസ് മാനേജരായും സീതാറാം യെച്ചൂരി മാറിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വിയോഗം രാജ്യത്തിന് സമീപകാലത്തൊന്നും നികത്താൻ കഴിയുന്നതല്ല. അത് മറികടക്കാൻ CPI-നെ സംബന്ധിച്ചോളം ഉള്ളത് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എപ്പോഴും കൈക്കൊള്ളുന്ന പാർട്ടിയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം നമുക്കില്ലാതെ വരുമ്പോൾ ആ ശൂന്യത വളരെ പെട്ടെന്ന് നമുക്ക് നികത്താൻ കഴിയില്ല. ആ വിഷമം നമ്മളെല്ലാം വേട്ടയാടുന്നുണ്ടെന്ന കാര്യം സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും അതോടൊപ്പം രാജ്യം ഉറ്റുനോക്കിയിരുന്ന രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനായി മാറിയിരുന്ന അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സംഭാവനകളും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലവാരവും മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ബഹുജനങ്ങൾ അദ്ദേഹത്തെ ഉറ്റുനോക്കിയിരുന്നത്. അങ്ങനെ ഒരാൾ ഇല്ലാതെ വരുമ്പോഴുള്ള വിഷമം വളരെയധികം പ്രയാസം അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് CPI-നെ സംബന്ധിച്ചോളം ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ പാർട്ടിയാണ്. അപ്പോൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത്തരം ശൂന്യതകൾ പരിഹരിക്കപ്പെടാനുള്ള ഭാവി കാണുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന കരണീയമായ മാർഗം. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പോരാട്ടങ്ങളുടെ ഏതെല്ലാം വീഥികൾ തുറന്നിരുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ്. ഒരുപക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഇന്ന് കണ്ട മാറ്റം ഒരുപക്ഷേ NDAക്ക് അതിൽ പ്രധാനമായും BJPക്ക് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടാതിരിക്കാൻ പറ്റിയ ഒരു സാഹചര്യ രാഷ്ട്രീയം പരുവപ്പെടുത്തിയെടുക്കുന്ന രംഗത്ത് യെച്ചൂരിയുടെ സംഭാവന വളരെ വളരെ വിലപ്പെട്ടതായിരുന്നു. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന നിയമ പോരാട്ടമായിരുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ. ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ അദ്ദേഹം രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുമ്പായി ഉയർത്തിയ പോരാട്ടം രാജ്യം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിയെടുക്കാൻ സഹായിച്ച സുപ്രധാനമായ നിയമ പോരാട്ടമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാശ്മീർ പ്രശ്നത്തിലായിരുന്നാലും ശരി, പൗരത്വ ഭേദഗതി നിയമത്തിലായിരുന്നാലും ശരി, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി, ഇതിലെല്ലാം അദ്ദേഹത്തിൻ്റെ സമയോചിതമായ സന്ദർഭോചിതമായ നിർണായക ഇടപെടലുകൾ രാജ്യം തിരിച്ചറിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു രാഷ്ട്രീയ നേതാവിനുണ്ടാവേണ്ട എല്ലാ ഘട്ടങ്ങളിലെയും ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും വലിയ രൂപത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴും അതിനെല്ലാം നേരിടാനുള്ള കരുത്ത്, ആ രംഗത്ത് കൃത്യമായി
ദിശാബോധത്തിലൂന്നിയുള്ള സമീപനങ്ങൾ, ആ ലൈനിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്ത മഹാനായ നേതാവായിരുന്നു സഖാവ് യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ വേർപാട് വേദനാജനകമാണ്, ദുഃഖകരമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു.